Hello, Namaskaram. Welcome to the beautiful segment of Onam Special Chat Show with RJ Srishant on Astra FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നന്മയുടെയും സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലേ. സോ മലയാളികൾക്ക് ഓണത്തിന് നിറം പകരാൻ ഇന്ന് അവിട്ട ദിനത്തിൽ എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. കോലക്കുഴൽ വിളിയുമായി പാട്ടിന്റെ കല്ലായി കടവത്ത് പെരുമഴക്കാലം തീർത്ത സംഗീത ഇതിഹാസം. വാക്കുകളിലൂടെ കഥ പറഞ്ഞ, പാട്ടുകളിലൂടെ ഹൃദയം നിറച്ച മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ. സർ, വെൽക്കം. അപ്പോ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹൃദയം നിറഞ്ഞ് കവിയുന്ന ഓണാശംസകൾ. താങ്ക് യു സർ. സർ, അപ്പോൾ എങ്ങനെയാണ് വീട്ടിലെ ഓണാഘോഷങ്ങളൊക്കെ എന്ന് പറയുമോ? ഓണാഘോഷം എപ്പോഴും വീട്ടിലാണ്. പ്രത്യേകിച്ചും തിരുവോണ ദിവസം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണെങ്കിലും തിരുവനന്തപുരത്ത് വീട്ടിലെത്തും. അത് പണ്ട് മുതലേ അമ്മ ഉള്ള കാലം തൊട്ട്, അമ്മ അച്ഛനുള്ള കാലം തൊട്ട് അങ്ങനെയാണ്. അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാൽ പായസത്തിന്റെ സ്വാദ് എന്ന് പറയുന്നത് അത് ഗംഭീരത്തിൽ അതിഗംഭീരമാണെന്ന് പറയണം. മധുരതരമാണെന്ന് പറയണം. അപ്പൊ അമ്മ അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മ എന്തുണ്ടാക്കിയാലും അതിന്റെ സ്വാദ് പ്രത്യേകമായിരുന്നു. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. എന്റെ അമ്മ പ്രത്യേകിച്ചും അങ്ങനെയാണ്. അപ്പോ എന്റെ ഭാര്യ പ്രിയ അമ്മയുടെ ശിഷ്യയാണ് ആ രീതിയിൽ. അപ്പോ പ്രിയ ഇപ്പൊ ഉണ്ടാക്കുന്ന പാൽപ്പായസത്തിനും അതേ സ്വാദ് തന്നെയാണ്. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസും ആ ഒരു ബ്ലെസ്സിങ്ങും പ്രിയക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തിരുവോണത്തിന് ഈ പാൽപ്പായസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ഓക്കെ, അപ്പൊ പാൽപ്പായസം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? പിന്നെ ബിരിയാണിയൊക്കെ വേണമെന്നുണ്ട്. പക്ഷെ ഓണത്തിന് ആരും ബിരിയാണി തരില്ലല്ലോ. ഓക്കെ, ശരി സർ. അപ്പൊ എനിക്ക് റേഡിയോയിലെ നിശാഗന്ധി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. രാത്രി 9 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ഈ പകൽ സമയത്തെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച ശേഷം രാത്രിയിൽ സമാധാനമായിട്ട് കേൾക്കാൻ കൊതിക്കുന്ന കുറച്ച് പാട്ടുകൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു മനോഹരമായ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ സാർ. അപ്പോൾ അതായത് ഒരുപാട് പാട്ടുകൾ, സാറിൻ്റെ ഒരു പാട്ട് പോലും ഇല്ലാത്തൊരു നിശാഗന്ധി ഞാൻ ഒരിക്കലും എയർ ചെയ്യാറില്ല. എത്ര മനോഹരമായ പാട്ടുകളാണല്ലേ. ഒരു വട്ടം കേട്ടാലിങ്ങനെ നമ്മൾ ലൂപ്പിൽ പെട്ടതുപോലെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കും. കേട്ട് കഴിഞ്ഞാൽ തീർന്നു പോകരുതേ എന്ന് ആഗ്രഹിക്കുന്ന കുറേ അധികം മനോഹരമായ പാട്ടുകൾ. അപ്പോൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് കാലാതീതമായ പാട്ടുകൾ ചെയ്യാൻ സാധിച്ചത്? എനിക്കത് അറിഞ്ഞൂടാ എന്നുള്ളതാണ് സത്യം. ഒരു നിയോഗം പോലെ അങ്ങനെ വന്നു. ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 160ഓളം അല്ലെങ്കിൽ അതിൽ പരം സിനിമകൾ ചെയ്യാനായിട്ടുള്ള വലിയ ഭാഗ്യമുണ്ടായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സർ. അപ്പോൾ മലയാള സിനിമ സംഗീത സംവിധായകരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നരസിംഹം സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട്, മാരാറ തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് എം ജയചന്ദ്രന്റെ തട്ട് താണു തന്നെ ഇരിക്കും. ഇനി ഇവിടെ എത്ര പേരെ നോക്കിയാലും സാർ നൽകിയ സംഭാവനകളും മലയാള സംഗീത പ്രേമികളിൽ സാറിനുള്ള സ്ഥാനവും മറ്റാർക്കു വേണ്ടിയും പകരം വെക്കാൻ പറ്റില്ല. സോ ഇത്രത്തോളം സ്വീകാര്യത നേടിയ സാർ എപ്പോഴാണ്, ഏത് നിമിഷത്തിലാണ് ഈ ഒരു സംഗീത സംവിധാന മേഖലയിലേക്ക് കടന്നു വന്നത്? ഞാൻ ആദ്യമായിട്ട് എന്റെ ഗുരുനാഥൻ എം.ബി. ശ്രീനിവാസൻ സാറിനെ കാണുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ഇപ്പോഴത്തെ +1 +2 എന്ന് പറയുന്ന ആ കാലഘട്ടം. അത് മാർ യുവേനിയസ് കോളേജിലായിരുന്നു. അപ്പൊ മാർ യുവേനിയസ് കോളേജിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തിരുന്നു. അന്ന് പല എന്റെ കൂട്ടുകാരെയും അവിടെ നിന്ന് തിരഞ്ഞെടുത്തിരുന്നു. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ക്വയറിൽ പങ്കെടുക്കാനും അതിൽ പഠിക്കാനും പാടാനും ഒക്കെ. അപ്പൊ അങ്ങനെയാണ് എം.ബി. ശ്രീനിവാസൻ സാർ അവിടെ വരുന്നതും സാറിന്റെ ഒരു സംഗീത ലോകത്തെ കാണുന്നതും അത് അനുഭവിക്കുന്നതും തിരിച്ചറിയുന്നതും. അപ്പൊ അങ്ങനെ സാറിന്റെ ഒരു ക്രിയേറ്റിവിറ്റി, അതായത് അല്ലെങ്കിൽ ഈ സംഗീത സർഗബോധവും അതിന്റെ തുടർച്ചയും ഒക്കെ ഞാനിങ്ങനെ കാണുമ്പോഴത്തേക്കും എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകമായിരുന്നു അത്. അപ്പോ നേരത്തെ ചെറുതായിട്ടൊക്കെ കോമ്പോസിഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചെങ്കിലും MBS സാറിനെ കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ സംഗീത കൃതികൾ അവിടെ അതിങ്ങനെ ഒരു പൂക്കൾ വിരിയുന്ന പോലെ, ഒരു ഉദ്യാനം ഉണ്ടാകുന്ന പോലെ ആ സംഗീതം ഇങ്ങനെ വർണ്ണങ്ങൾ നിരത്തുകയും പകർത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ശരിക്കും ആദ്യമായിട്ട് ഒരു കമ്പോസർ തന്നെ ആവണം എന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെ MBS സാറാണ്. അപ്പൊ MBS സാറിന് ശേഷം പിന്നെ MBS സാറ് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അതിനുശേഷം ദേവരാജൻ മാസ്റ്ററോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനാവുകയും ചെയ്തപ്പോഴാണ് അത് പൂർണ്ണമായിട്ടും മ്യൂസിക് കോമ്പോസിഷനിലേക്ക് തന്നെ പോകണം എന്ന് മനസ്സിൽ ഒരു നിലയുറപ്പിച്ചത്. സർ, അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രണയം ഈസിക്കൽ ടു എം ജയചന്ദ്രൻ എന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടം. കാരണം പ്രണയത്തെ ഇത്ര മനോഹരമായി വർണ്ണിച്ച് തന്റെ പാട്ടുകളിൽ ഉൾപ്പെടുത്തിയ ഒരു സംഗീത സംവിധായകൻ ചുരുക്കം തന്നെയാണ്. സോ അത്രത്തോളം പ്രണയിക്കുന്ന ഒരാളായത് കൊണ്ടാണോ ഇത്രയധികം പ്രണയഗാനങ്ങൾക്ക് ജന്മം നൽകിയത്? തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുന്ന
ഒരു ഭാവം മനുഷ്യനില്ലെങ്കിൽ മനുഷ്യന് ജീവൻ തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയോട് മാത്രം അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുക. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തോടുള്ള പ്രണയം, നമുക്ക് ഓരോ സിറ്റുവേഷൻസിനോടുള്ള പ്രണയം, മഴയോടുള്ളത്, വെയിലിനോടുള്ളത്, അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റിനോടുള്ളത്, പിന്നെ വ്യക്തികളോടുള്ള പ്രണയം, ഇതെല്ലാം പല രീതിയിലാണ് പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവിതത്തോടുള്ള പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ കലാകാരന് മറ്റുള്ളവർക്ക് അവരുടെ മനസ്സിനെ തൊടുന്ന രീതിയിൽ, അവരുടെ ഹൃദയത്തെ തൊടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രണയവും പ്രണയ സങ്കല്പവും പ്രണയത്തിന്റെ ആർദ്രമായിട്ടുള്ള ഭാവങ്ങളും ശരിക്കും ഒരു കലാകാരനെ എപ്പോഴും അയാളെ മുന്നോട്ട് നയിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് സംഗീതകാരനായാലും ചിത്രകാരനായാലും വേറെ സിനിമയുടെ പല വിധത്തിലുള്ള സർഗബോധങ്ങളായാലും. അപ്പൊ തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമാണ് ഒരു കലാകാരന് മുന്നോട്ടേക്ക് ഒരു സംഗീതമായി മാറാൻ കഴിയുക. ശ്രേയാ ഘോഷാലിനെ പറ്റി പറയുകയാണെങ്കിൽ, ശ്രേയാ ഘോഷാൽ എന്ന മാജിക്കിന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവസരം നൽകിയത് സാറാണല്ലേ? അപ്പോൾ ശ്രേയെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രത്തോളം ഉച്ചാരണ ശുദ്ധിയുള്ള ഒരു അന്യഭാഷ ഗായിക മറ്റാരും ഇല്ല എന്ന് പറയാം. സോ ഇത്രത്തോളം ഉച്ചാരണ ശുദ്ധി കൈവരിച്ചതിൽ തീർച്ചയായിട്ടും ആ പാട്ടിന്റെ സംഗീത സംവിധായകൻ ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ ശ്രേയയുമായുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു സാർ? ശ്രേയുടെ മലയാളം അധ്യാപകൻ ഞാനാണെന്ന് പറയാം. അങ്ങനെ ആരെങ്കിലും മലയാളം പഠിപ്പിക്കും എന്ന് ഒരിക്കലും ഉദ്ദേശിച്ചില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളം മറ്റുള്ളവർക്ക് വളരെയധികം ഡിഫിക്കൽട്ടാണ്. ഇത് നമുക്കത് വളരെ ഈസി ആണെങ്കിലും നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെ അമ്മയാണെങ്കിലും മറ്റുള്ളവർക്ക് അത് ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോൾ തന്നെ പല ആൾക്കാരും പറയും, ശങ്കർ മഹാദേവൻ ജി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വളരെ ടഫാണ്. ചില വാക്കുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു 25 വർഷം കേരളത്തിൽ വന്ന് താമസിച്ചാലേ അത് പറയാൻ പറ്റൂ എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. പക്ഷെ ശ്രേയെ സംബന്ധിച്ചിടത്തോളം ശ്രേയ വളരെ പേഷ്യന്റ് ആയിട്ട് അത് പഠിക്കുകയും ശരിക്കും നമ്മൾ തമ്മിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേ പാട്ട് ഹിന്ദിയിലോ അല്ലെങ്കിൽ ബംഗാളിയിലൊക്കെ ആണെങ്കിൽ ശ്രേയക്ക് ഒരു അരമണിക്കൂറിനായി ഈ പാട്ട് പാടി തീർക്കാൻ പറ്റും. പക്ഷെ മിക്കവാറും നമ്മൾ ചിലപ്പോൾ 3, 4, 5, 6 മണിക്കൂറൊക്കെ ആയിത്തീരുന്നത് ഈ മലയാളം പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാനാണ്. അപ്പോ ശ്രേയ അതിന് വളരെ പേഷ്യന്റ് ആയിട്ട് അതിന്റെ പെർഫെക്ഷന് വേണ്ടി സ്ട്രൈവ് ചെയ്യുന്നുള്ളതാണ് ശരിക്കും ശ്രേയയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. അവരുടെ സംഗീതപരമായ കഴിവുകൾക്കപ്പുറമായിട്ട് അവർ ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നുള്ളത് അവരെ വേറൊരു നമുക്ക് അവരെ രേഖപ്പെടുത്തുമ്പോൾ വേറൊരു സുവർണ ലിപി അങ്ങനെ വരികയാണ്. തീർച്ചയായിട്ടും ശ്രേയ മാമിന്റെ പാട്ട് കേൾക്കുമ്പോൾ അറിയാം. കാരണം ഞാൻ ചില വാക്കുകളൊക്കെ ഇത് മറ്റ് അന്യഭാഷ ഗായകർ പാടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തെറ്റിപ്പോയേനെ എന്ന് കരുതി കേൾക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ മനസ്സിലാവും ഇത് എത്ര ക്ലിയർ കട്ടായിട്ടാണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സുശീലാമ്മയുടെ പാട്ടുകൾ ബ്യൂട്ടിഫുൾ ആണ്, വാണി ജയറാം അമ്മയുടെ പാട്ടുകൾ, ജാനകി അമ്മയുടെ പാട്ടുകൾ, ബി വസന്ത അമ്മയുടെ പാട്ടുകൾ, ഇവയെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ജാനകി അമ്മയുടെയാണ് എനിക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ട് കുറച്ചുകൂടെ മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് സ്വീകരിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഗീതപരമായല്ലേ പറഞ്ഞ് അതിന്റെ ഡിക്ഷൻ അത് പ്രൊണൗൺസ് ചെയ്യുന്ന രീതിയിലുള്ളത്. അപ്പൊ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു അങ്ങനെ തന്നെ വേണം, അല്ലാതെ മലയാളം അല്ലാതെ മലയാളം പോലെ എന്തോ ആണ് പാടപ്പെടുന്നത് എന്ന് തോന്നാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. മാത്രമല്ല എനിക്ക് മലയാളത്തിനോട് എന്റെ മലയാളം എന്നുള്ള രീതിയിലുള്ള ഭയങ്കര ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, മലയാളത്തോടും പ്രണയമുണ്ട്. അപ്പോ അങ്ങനെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അപ്പൊ അങ്ങനെ ആ ഗിരീഷേട്ടനോട് കൂടിയാണ് ഈ മലയാളത്തിനോടുള്ള ഇഷ്ടം ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ ശ്രേയടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ പാടുന്ന പാട്ടുകാരെ അവര് മലയാളം പാടുമ്പോൾ തീർച്ചയായിട്ടും അവര് എന്റെ പാട്ടുകൾ പാടുമ്പോൾ അതിൽ മലയാളം തന്നെ വേണം എന്ന് നിർബന്ധപൂർവ്വം തന്നെ ഞാൻ നിന്നിട്ടുണ്ട്. സർ, അപ്പോൾ ഈ കാലഘട്ട വ്യത്യാസമില്ലാതെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ മഴയത്തുള്ള പ്രണയം. ഈ പ്രണയവും മഴയും തമ്മിൽ ചേരുമ്പോൾ തന്നെ അവിടെ ഒരു പാട്ട് പിറവിയെടുക്കുകയാണ്. അങ്ങനെ പിറവിയെടുത്ത 2 ഗാനങ്ങളാണ് 2009 നമ്മൾ തമ്മിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി സർ മ്യൂസിക് ചെയ്ത ജൂണിലെ നിലാമഴയിൽ എന്ന പാട്ട്, ആൻഡ് ഓൾസോ 2013 പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി സർ മ്യൂസിക് ചെയ്ത മഴയെ തൂമഴ എന്ന പാട്ട്. ഈ 2 പാട്ടുകളും മലയാളി റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന 2 മനോഹരമായ പാട്ടുകളാണ്. അപ്പോൾ ഇതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു സർ? ശരിക്ക് ജൂണിലെ നിലാമഴയിൽ എന്നുള്ള പാട്ട് ഒരു മഴപ്പാട്ടല്ല. ആ രീതിയിൽ നമ്മളിപ്പോ പറയുന്ന ഒരു ലിറ്റററി മീനിങ്ങിലുള്ള മഴപ്പാട്ടല്ല. കാരണം നിലാമഴയിൽ എന്നാണ് പറയുന്നത്, നിലാവിന്റെ മഴ എന്ന് പറയുന്നത്. അപ്പൊ നിലാവിനെ കുറിച്ചാണ് പറയുന്നത്. ജൂണിലെ നിലാമഴയിൽ നാണമായി
നനഞ്ഞവളെ എന്നാണ്. അപ്പൊ ആ നിലാവിന്റെ ഒരു മഴയാണ്. അപ്പൊ എല്ലാവരുടെയും ഇത്രയും പാൽ നിലാവ് ഇങ്ങനെ പെയ്യുന്നു എന്ന് കോലകളിൽ പറയുന്നില്ല, പാൽ നിലാവ് പെയ്യുമ്പോൾ പൂങ്കിനാവ് നെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഒരു പാൽ നിലാവാണ് അവിടെ വിടരുന്നതും പൊഴിയുന്നതും ഒരു മഴ പോലെ എന്നാണ് ഗിരീഷേട്ടൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മഴയെ തൂമഴയെ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു മഴയത്ത് തന്നെ ഉള്ള ഇവരുടെ പ്രണയമാണ്. അപ്പൊ മഴയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആ പാട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മഴ അവരുടെ പ്രണയത്തിന് ഏറ്റവും അടുത്ത സാക്ഷിയാവുന്നതാണ്. മഴയുടെ ഓരോ നിമിഷങ്ങളും അവർക്ക് പ്രണയത്തിന്റെ പല നിറങ്ങൾ അവരുടെ ഹൃദയങ്ങൾ നിറയ്ക്കുന്നു, അല്ലെങ്കിൽ അവർ അതുവഴി നടക്കുന്നു, അതുവഴിയാണ് അവരുടെ യാത്ര എന്ന് അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആ പാട്ട്. അപ്പൊ അതാണ് നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ എന്ന് മഴയുടെ ഒരു സമയത്ത്, ഏതോ ഒരു ചാറ്റൽ മഴയുടെ ഏതോ ഒരു സമയത്ത് അയാൾക്ക് തോന്നുകയാണ്. അപ്പൊ ആ രീതിയിൽ പ്രണയത്തിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഭാവങ്ങളൊക്കെ അയാൾ തിരിച്ചറിയുകയാണ് ഈ മഴയത്ത്. അപ്പൊ മഴ പ്രണയത്തിന്റെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ കൂടിയാകുന്നുണ്ട് ഈ നായകന്. അപ്പൊ ആ രീതിയിലാണ് ആ പാട്ട് ഉണ്ടായിട്ടുള്ളത്. സർ, അപ്പോൾ ഈ സംഗീത സംവിധായകരെ നോക്കുകയാണെങ്കിൽ അവർ ചെയ്ത പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഫേവറേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പാട്ട് കാണും. ഇപ്പൊ സുഷിൻ ശ്യാമിന്റെയൊക്കെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ചെയ്ത ചെരാത്തുകൾ എന്ന പാട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് എന്ന്. അപ്പോൾ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എല്ലാം ആ ഓരോ സമയങ്ങളിൽ ഞാൻ ചെയ്ത പാട്ടുകൾ അന്ന് എന്റെ അറിവ് അനുസരിച്ച്, അന്നത്തെ എന്റെ ബോധം അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഓരോന്നും ആ സമയങ്ങളിൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് എനിക്ക് പെർഫെക്ഷൻ തോന്നിയ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഓരോ ദിവസം തോറും നമ്മളിങ്ങനെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അറിവുകൾ നമ്മൾ കൂടുതൽ സ്വായത്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവം കൂടുമ്പോഴത്തേക്കും നമുക്കത് അങ്ങനെ ആകാമായിരുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല പാട്ടുകളും. അപ്പോ അതുകൊണ്ട് ഞാൻ ഇതുവരെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാട്ടിന് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല. ഞാൻ ചെയ്ത പാട്ട് കൊള്ളാം എന്ന് എനിക്ക് അങ്ങനെ 100% തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്റെ ഒരു പ്രോഗ്രഷൻ അസ്തമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. ദെർ ഇസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ സംഗീത യാത്രയിൽ നിരവധി സംഗീത സംവിധായകരെ സാർ കണ്ടുമുട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സംവിധായകരുടെ വർക്കിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? ആൻഡ് ഹു ഈസ് യുവർ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആൻഡ് വൈ? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യമാണ്. എന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പല സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അത് മദൻ മോഹനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും ജീവിതത്തിൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെയാണ് ഞാൻ ഏറ്റവും ആരാധിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മെലഡീസ്. ഇതുപോലെ മെലഡീസ് വളരെയധികം ഇമോഷണലി ഡീപ്പായിട്ട് കൺവേ ചെയ്തിട്ടുള്ള സംഗീത സംവിധായകർ കുറവാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ രീതിയിൽ ഞാൻ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. മദൻ മോഹൻജിയുടെ പല റെക്കോർഡിങ്ങുകൾക്കും ഞാനുള്ളതും ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതും ഒക്കെ അതൊക്കെ ഒരു എന്താ ഹാലൂസിനേഷൻ പോലെ എനിക്ക് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ ഓഫ്കോഴ്സ് ദേവരായ മാസ്റ്റർ, എം.പി. ശ്രീനിവാസൻ സാർ, എന്റെ ഗുരുക്കന്മാർ, അവരുടെ പാത ആണ് ഞാൻ തീർച്ചയായിട്ടും പിന്തുടരുന്നത്. രണ്ടുപേരുടെ രണ്ട് രീതിയിലാണ്. ദേവരായ മാസ്റ്ററുടെ മെലഡിയും അതുപോലെ എം.ബി.എസ്. സാറിന്റെ ഡെപ്ത് ഇൻ ഇമോഷൻ, പിന്നെ ഓർക്കസ്ട്രേഷൻ എന്നൊക്കെ ഉള്ളത് എനിക്ക് ഗൈഡിങ് ലൈറ്റ് ആയിട്ട് ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഇളയരാജ സാറിന് ഞാൻ വളരെയധികം എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബോയ് ആണ്. ഇപ്പൊ എനിക്ക് സാമാന്യം നല്ല വയസ്സുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബോയ് ആണ് ഞാൻ എന്ന് പറയാം എല്ലാ കാലത്തും. പക്ഷെ അദ്ദേഹമായിട്ട് നേരിട്ട് കണ്ടപ്പോഴൊന്നും അങ്ങനെ ഒരു സ്നേഹം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ആൾക്കാരെ ദൂരെ നിന്ന് കാണുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സർ, അതുപോലെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ, ഓ മൈ ഗോഡ്, എന്ത് മൂവിയാണല്ലേ. ആക്ച്വലി ഒരു റിയൽ ലൈഫ് സ്റ്റോറി സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്ത് ആ സിനിമയ്ക്ക് ഇത്രയധികം പ്രേക്ഷക സ്വീകാര്യത നേടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ മ്യൂസിക് വാസ് എ ബിഗ് പാർട്ട്. സോ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു സാർ? എന്നും നിന്റെ മൊയ്തീൻ എന്റെ മാത്രം സംഗീതപരമായ എന്റെ മാത്രം സിനിമ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് ശാരദാംബരം എന്ന് പറഞ്ഞ പാട്ട് ചെയ്തിരിക്കുന്നത് രമേശ് നാരായണനാണ്. പിന്നെ എന്നിലെ എന്നെ പടച്ച പെണ്ണെ എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ സോങ് ചെയ്തിരിക്കുന്നത് ഗോപികയാണ്. അപ്പൊ ഞാൻ അതിനകത്ത് 2 പാട്ട് ചെയ്തു. ശരിക്കും 4 പാട്ടുകൾ ചെയ്തു, 2 പാട്ടാണ് സിനിമയിൽ വന്നത്. അപ്പൊ ആ 2 പാട്ടുകളിലും എനിക്ക് വളരെയധികം സന്തോഷമുള്ളത് എന്താ വെച്ചാൽ, പ്രത്യേകിച്ചും കാത്തിരുന്നു എന്നുള്ള പാട്ട് ഒരു
4 മിനിറ്റിൽ ഒരു സിനിമയുടെ കഥ ഒരു പാട്ടിലൂടെ ഒരു സംഗീത സംവിധായകൻ കൺവേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ആൾക്കാരുടെ മനസ്സിൽ എന്നും നിൽക്കുന്നതാവുമെങ്കിൽ അവിടെ ആണ് ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കാണുന്നത്. അപ്പൊ ആ കാത്തിരുന്നു ആ രീതിയിലുള്ള ഒരു വലിയ വിജയമാണ്. സാർ, അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ? പഴയ കാലത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കാലത്തിനൊത്ത് സിനിമ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ സിനിമ മാറുന്നതോടൊപ്പം മ്യൂസിക്കും മാറുന്നുണ്ട്. പഴയകാല പാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തത വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റത്തെ സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? മാറ്റം വളരെ നല്ലതാണ്. കാരണം മാറ്റത്തിന് മാത്രമാണ് ഒരിക്കലും മാറ്റമില്ലാത്തത്. ഓക്കെ, ജീവിതത്തിലും അതെ, കലയിലും അതെ. സിനിമ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കും. പുതിയ രീതിയിലുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഡിസ്കവറീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് മാറ്റവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മന്ത്രം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ മീഡിയമാണ്. ഓരോ കാലഘട്ടത്തിലും കമേഴ്ഷ്യൽ ആവുന്നതിന്റെ തന്ത്രങ്ങളും അതിന്റെ രീതികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് ടെക്നോളജിക്കൽ ഇൻവേഷൻ വരാം. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ AI തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട് ഒരുപാട്. അപ്പൊ ഇതൊക്കെ എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ കൂടെ പോവുകയാണ് വേണ്ടത്. അപ്പോ ഒരു കലാകാരന് സിനിമ ആണ് ആവശ്യം. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗീത സംവിധായകന് സിനിമ അയാൾക്ക് ആവശ്യമാണല്ലോ, സിനിമയ്ക്ക് അയാളെ ആവശ്യം എന്നുള്ളതല്ല. അപ്പോ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുക, നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇപ്പോ എന്റെ അനിയന്മാരായിട്ട് ഒരുപാട് ബ്രില്യന്റ് ആയിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസേഴ്സ് നമുക്ക് മലയാളത്തിലുണ്ട്. അതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. സാറിന് അത്തരത്തിൽ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ് ടു ഹേർട്ട് ആയ മ്യൂസിഷ്യൻസ് ആരൊക്കെയാണ്? അപ്പൊ ഹിഷാം അല്ലെങ്കിൽ സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. വിഷ്ണു വിജയ്, ഇപ്പൊ ആരാധികയെ പോലുള്ള പാട്ടുകൾ ഞാൻ ഏറെ, ജസ്റ്റിൻ ജസ്റ്റിന്റെ വർക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോ പുതിയ വരുന്ന പല പാട്ടുകളും, ഇപ്പൊ അങ്ങ് വാനക്കോണിലെ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പൊ അതുപോലെ പല പാട്ടുകളും എന്നെ വളരെയധികം ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടിത്തരുമോ? നീലരാവിലിന്റെ താരഹാരമേലകി സോമബിംബ കാന്തി നിന്റെ ശീതലാംഗമേകി. കറക്റ്റ് വാക്കുകളാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഇപ്പൊ തോന്നിയ ഒരു പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ജോൺ സെറ്റിന്റെ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. പിന്നെയും മലയാളി മനസ്സിന്റെ പടി കടന്നെത്തുന്ന ഒരു കാവ്യ സുഗന്ധമുണ്ട്. ഇനിയും എത്രയോ ജന്മങ്ങളിൽ മലയാളിയെ തേടിയെത്തുന്ന, മലയാളിക്ക് അത്രമേൽ ഇഷ്ടമായ ഗാനപ്രപഞ്ചം തീർക്കുന്ന സുഗന്ധം ഗിരീഷ് പുത്തഞ്ചേരി. എഴുതിയ പാട്ടുകൾ മുഴുവൻ ഹിറ്റാണ്. മലയാളത്തിൽ ഇനി ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത ഗാനരചയിതാവ്. അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സർ? ഗിരീഷേട്ടൻ എന്റെ ചേട്ടൻ, എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹത്തിന്റെ കടം ഗിരീഷേട്ടൻ അവസാനം എഴുതിയ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി എങ്ങോ പറന്നുപോയി എന്നത് പറഞ്ഞത്. അപ്പൊ എങ്ങോ പറന്നുപോയ ഒരു പകൽ പക്ഷിയാണ് തീർച്ചയായിട്ടും എന്റെ ചേട്ടൻ. അദ്ദേഹം എനിക്ക് വലിയ ശക്തിയായിരുന്നു. ഇന്നും ഇപ്പോ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഒരു പ്രസൻസ് ഇല്ലെങ്കിലും സ്പിരിച്വലി ഞാൻ ഏതൊരു പാട്ട് ചെയ്യുമ്പോഴും ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഗിരീഷേട്ടനെ ഓർക്കാറുണ്ട്. ആ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഗിരീഷേട്ടൻ ആ രീതിയിൽ എനിക്ക് ഗുരുതുല്യനും കൂടിയാണ്. എന്നെ സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആളാണ്, വഴികാട്ടിയ ആളാണ്. അങ്ങനെ ഗിരീഷേട്ടൻ വാസ് എ ഫ്രണ്ട്, ഗൈഡ് ആൻഡ് ഫിലോസഫർ. ആ രീതിയിലാണ് സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ച സമയത്ത് ഗിരീഷ് സാറിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ സാർ ഒരു വീഡിയോയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പൊ പിന്നെ എന്ന് പറയുക, ഈ എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂൺ വരുമ്പോ തന്നെ എന്നാണ് ഞാൻ പാടുമ്പോഴത്തേക്ക് 2 അക്ഷരമുള്ള വാക്കാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒരു പാട്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ലിറിക് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം, ആ സിനിമയിലെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം ഒരു സെമി കോളനിലാണ് നിൽക്കുന്നത്. ഇനി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഒരു പാതിയിൽ നിന്ന് തുടങ്ങുന്ന പോലെയാണ്. അപ്പൊ അത് പിന്നെ എന്നോടൊന്നും പറയാതെ ഗിരീഷേട്ടൻ എഴുതിയത്. ഗിരീഷേട്ടന്റെ വലിയ ജീനിയസ് ആണ്. ഇപ്പൊ പഴയ കാലത്ത് എന്നിട്ടും എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നിട്ടും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പാട്ട് നമുക്ക് അത് ഭയങ്കര അത്ഭുതം തോന്നും. എന്ന് പറഞ്ഞാൽ ആ കഥാ സന്ദർഭത്തിൽ അവർക്ക് പറയാനുള്ളതാണ് എന്നിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പൊ പിന്നെയും ആര് എന്ന് പറയുന്നത് അത് വേറൊരു തുടക്കമാണ്. അപ്പൊ ഗിരീഷേട്ടനും ഭാസ്കരൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്പി സാറും ONV സാറും വയലാറും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഇന്ദ്രജാലം അത്തരത്തിലുള്ള രീതിയിലാണ്. അത് മാജിക്കലാണ്. അല്ലെങ്കിൽ സാറ് സംഗീതം നൽകിയ സിനിമകളിൽ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന 3 സിനിമകളുണ്ട്. ഒന്ന് പെരുമഴക്കാലം,
2 ആമിർ, 3 സൂഫിയും സുജാതയും. ഇതിൽ ഈ പാട്ടുകളില്ലെങ്കിൽ ഈ സിനിമകൾ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓരോ പാട്ടും ഓരോ പാട്ടും അത്രമേൽ മനോഹരമായ പാട്ടുകൾ. ശരിക്കും ഈ സിനിമകളിലെ കഥ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ ഒരു പാട്ടുകളിലൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കഥയിലെ ഇമോഷൻസ് ഈ പാട്ടുകളുണ്ട്. സോ പ്രേക്ഷകരിലേക്ക് ഈ ഇമോഷൻസ് പാട്ടിലൂടെ എത്തിക്കുമ്പോൾ അതിന് പിന്നെ ഒരു മ്യൂസിക്കൽ പ്രോസസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഓരോ കഥയും അതിന്റെ കഥാ സംഗീതവും അതിന്റെ കഥാ പരിസരവും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പറ്റുന്നിടത്തോളം സിനിമയുടെ സ്ക്രിപ്റ്റും വായിക്കാറുണ്ട്, ഡീപ്പായിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാനായിട്ട്, പിന്നെ ഓരോ സോങ് സിറ്റുവേഷൻസ് മനസ്സിലാക്കാനായിട്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴത്തേക്കും അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കഥാപരിസരം, കഥാപാത്രങ്ങളുടെ മനസ്സ്, ഇതൊക്കെ സംഗീത സംവിധായകന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അത് അതിലൂടെയാണല്ലോ അയാള്, അല്ലാതെ അയാളുടെ കഥയല്ലല്ലോ പറയുന്നത്, സ്വന്തം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ ഈ കഥാപരിസരത്തിൽ ഇപ്പൊ സുഫി സുജാതയും എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ആ ഒരു സുഫിസം അത് വളരെ പെർട്ടിനന്റ് ആണ്. അപ്പൊ അതിലേക്കാണ് ഞാൻ എന്നെ തന്നെ ആ ഒരു വഴി നടത്താനാണ് ഞാൻ ആ സിനിമയിലൂടെ ശ്രമിച്ചത്. അത് വിജയിച്ചു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി എല്ലാ കാലത്തും ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആമിയിൽ വരുമ്പോഴത്തേക്കും മാധവിക്കുട്ടിയമ്മയുടെ ആ ജീവിതവും നീർമാതളവും ഒക്കെ ആ ഒരു ജേണി അത് അതുപോലെ തന്നെ കൊണ്ടുവരാൻ, ഓൺ ദ ഡോട്ടായിട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം ഉണ്ടായി. അത് ശ്രമം സംഗീതപരമായിട്ട് തീർച്ചയായിട്ടും അതിന് ഒരു ഈ കാലത്തിൽ അതിനൊരു ഇടമുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പെരുമഴക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാ കാലത്തും ആമയാണെങ്കിലും പെരുമഴക്കാലമാണെങ്കിലും സെല്ലുലോയിഡ് ആണെങ്കിലും ഒക്കെ അതിന് ഞാൻ എപ്പോഴും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കമൽ സാറിനാണ്. അദ്ദേഹം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് അത്രയും പാട്ടുകൾ ഉണ്ടായത്. അപ്പൊ അദ്ദേഹം അത്രയധികം ഇൻസ്പയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും നല്ല പാട്ടുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അദ്ദേഹത്തിന്റെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും അത് ഏത് സംഗീത സംവിധാനമാണെങ്കിലും അതിലൊക്കെ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? അപ്പോ ഞാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പൊ പെരുമഴക്കാലം ഓഫ്കോഴ്സ് അതൊരു മ്യൂസിക്കലാണ്. എനിക്ക് വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇത്രയധികം സിനിമകളുടെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മ്യൂസിക്കൽ ഫിലിംസ് ഭയങ്കര കുറവ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതാണ് ഒരു സമയത്ത് ഭരതം, കമലദളം, ഹിസൈന സബ്ദുള്ള ഒക്കെ പോലെ അങ്ങനെ മ്യൂസിക്കൽ ആയിട്ടുള്ള സിനിമ. അത് വേറെ ജനസിലാണെങ്കിൽ പോലും, മ്യൂസിക് ജനസിലാണെങ്കിൽ പോലും ഒരു ഭയങ്കര റൊമാൻറ്റിക് ലവ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, 5 പാട്ടൊക്കെ ഉള്ള അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇല്ലായിരുന്നു, നന്നേ കുറവായിരുന്നു. പല സംഗീതാത്മകമായ അല്ലാത്ത ചിത്രങ്ങളിലും സംഗീതാത്മകത കൊണ്ടുവരാനായിട്ട് ഞാൻ എന്റെ ശ്രമങ്ങൾ നടത്തി അങ്ങനെ അതിനെ മ്യൂസിക്കലാക്കി മാറ്റിയതാണ് സത്യത്തിൽ. പക്ഷെ പെരുമഴക്കാലം ഒരു മ്യൂസിക്കൽ തന്നെയായിരുന്നു. അതിൽ 5 പാട്ടുകളുണ്ട്. അത് സംഗീതം അതിന്റെ കൂടെയാണ്. അപ്പൊ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. സർ, അപ്പോൾ പെരുമഴക്കാലത്തിലെ രാക്കിളി തന്നെ എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ? രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരിമലയും ഈറൻ പെരുമഴക്കാലം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സംഗീത ജീവിതത്തിൽ സാറിന് എന്തെങ്കിലും ഒരു ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ സർ? സിനിമാ സംഗീതത്തിലെ ജേണി എന്ന് പറയുന്നത് ഏതൊരു സംഗീത സംവിധാനം ചലഞ്ചാണ്. കാരണം ഇപ്പൊ ഒരു പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു പാട്ടും പോലെ ഇരിക്കാൻ പാടില്ല പുതിയ പാട്ട്. തീർച്ചയായിട്ടും എത്രയോ മില്യൺസ് ഓഫ് സോങ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതൊന്നും പോലെ ഇരിക്കാൻ പാടില്ല നമ്മൾ ഉണ്ടാക്കുന്ന പാട്ട്. ഒരു പ്രാവശ്യം കേട്ടാൽ പോലും ഒരാളുടെ മനസ്സിനെ ക്യാച്ച് ചെയ്യുന്ന ഈണങ്ങൾ ഉണ്ടാവണം. അത് സിനിമയിൽ കൃത്യമായിട്ട് ഇരിക്കണം. ആ സിനിമയുടെ ട്രാക്കുമായിട്ട് വ്യത്യസ്തമായി പോകാൻ പാടില്ല. അതിന്റെ നാഡി ഞരമ്പിലൂടെ ഓടുന്ന രക്തോട്ടം പോലെ ആയിരിക്കണം ഈ സംഗീതം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നിൽക്കുള്ളൂ, അത് ഏത് ടൈപ്പ് സിനിമയായാലും. അപ്പൊ അത് ഇപ്പൊ ആവേശം എന്ന് പറഞ്ഞ സിനിമയില് ഇലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടിനെ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അത് ആ സിനിമയായിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ച് ഇരിക്കുകയാണ്, അല്ലേ? ആ രീതിയിലാണ് സംഗീതം വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ വേണം. ഫ്യൂച്ചർ പ്രൊജക്ട് എന്തൊക്കെയാണ്? ഞാനിപ്പോ ഒപ്പീസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞത്. അത് ഷൈൻ ടോം അഭിനയിക്കുന്നതും പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള സോജൻ ജോസഫ് എന്ന് അദ്ദേഹമാണ് ഡയറക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു വലിയൊരു പ്രോജക്റ്റിലാണ് ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നത്. അത് ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് മാത്രം സംഗീതപരമായിട്ട് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പൊ അത് വളരെ, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ
കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ പറയാനായിട്ട് അല്ലെങ്കിൽ അത് റിവീൽ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടില്ല. ഓക്കെ ഓക്കെ. ആ സമയമാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് റിവീൽ ചെയ്യും. അപ്പോൾ ആ വർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആകട്ടെ. ആൻഡ് ഓൾസോ മുൻപ് സ്വീകരിച്ച പോലെ പ്രേക്ഷകർ ഇനിയും ഇരു കൈകൾ നീട്ടി അത് സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ശ്രീ. സർ, അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശ്രയ FM 90 ലിസണേഴ്സിന് വേണ്ടി ഒരു ഓണവിഷ് പറയാമോ? ആശ്രയ FM 90യുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയുന്ന ഓണാശംസകൾ. ഓക്കെ ശ്രീ, താങ്ക് യു സോ മച്ച്.